ചൈനയിലെ വൻമതിലിനേക്കാളും വലിയ വൻമതിലുകൾ എവിടെയുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് ലളിതമായൊരു ഉത്തരവുണ്ട്. അത് കേരളത്തിലാണ്. കേരളത്തിലെ എല്ലാ വീടുകളുടെയും 2 സെൻറ്റും 3 സെൻറ്റും 10 സെൻറ്റും ഒരേക്കറുള്ള ആൾക്കാരെല്ലാം അവനവൻ്റെ വീടിന് ചുറ്റും പണിതു വെച്ചിരിക്കുന്ന മതിലുകളെല്ലാം കൂടി ഒന്ന് നീളത്തിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചൈനയിലെ വൻമതിലിനേക്കാളും നീളം കാണും. കാരണം ഇത്രയധികം മതിലുകളെ സ്നേഹിക്കുന്ന മനുഷ്യ സമൂഹം മലയാളികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ ഭവന നിർമ്മാണ സങ്കല്പങ്ങളെപ്പറ്റി, പ്രത്യേകിച്ച് കേരളത്തിലെ ഭവന നിർമ്മാണ സങ്കല്പങ്ങളെപ്പറ്റി പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘടകമാണ് മതിലുകൾ. എന്തിനാണ് മതിലുകൾ പണിതു വയ്ക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലളിതമായിട്ടുള്ള ഉത്തരം സുരക്ഷിതത്വത്തിന് വേണ്ടി എന്നായിരിക്കും. പക്ഷേ കേരളത്തിന് പുറത്തേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് പലയിടങ്ങളിലും മതിലുകളില്ലാത്ത സമുച്ചയങ്ങൾ നമുക്ക് കാണാം. പല വീടുകൾക്കിടയിലും മതിലുകൾ കാണാനില്ല. പ്രശസ്ത സാഹിത്യകാരനായിട്ടുള്ള ശ്രീ എം കൃഷ്ണൻ നായരോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, എന്തിനാണ് 2 വീടുകളുടെ ഇടയ്ക്ക് മതിൽ പണിതു വയ്ക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ വളരെ സരസമായ രീതിയിൽ അദ്ദേഹം നൽകിയ ഉത്തരം, വീടുകളുടെ ഇടയിൽ മതിൽ പണിതു വയ്ക്കുന്നത് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള സ്ത്രീകൾക്ക് മതിലിൽ ചാരിയെന്ന് സംസാരിക്കാനും കുശലം പറയാനും ഏഷണി പറയാനുമാണെന്നാണ് അദ്ദേഹം പറഞ്ഞ മറുപടി. എനിക്ക് തോന്നുന്നു കേരളത്തിലെ വീടുകളുടെ ഇടയിലുള്ള മതിലുകളും കേരളത്തിലെ റോഡുകളോട് ചേർത്ത് പണിതു വെച്ചിരിക്കുന്ന പുരയിടങ്ങളുടെ മതിലുകളെല്ലാം ഒരു വരിയായിട്ട് നമ്മൾ നീളത്തിൽ പണിതാൽ ചിലപ്പോൾ ചൈനയിലെ വൻമതിൽ തോറ്റുപോകും. ഒരു 5000 കിലോമീറ്റർ കൂടുതൽ നീളത്തിലുള്ള മതിലെങ്കിലും കേരളത്തിൽ കാണുമെന്നുള്ളതാണ് എൻ്റെ ഒരു മനക്കണക്ക്. അത്രത്തോളം ദൂരത്തിൽ നമ്മൾ എന്തിനാണ് ഈ മതിലുകൾ പണിതു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ മനുഷ്യരെ അകറ്റാനല്ലേ എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടി വരും.